ഹായ് മക്കളെ, കുറച്ചായാലേ നമ്മളൊക്കെ ഒന്ന് കണ്ടിട്ട് എന്തൊക്കെയാണ് വിശേഷം? സുഖമാണ്, ഹാപ്പിയാണ്, ജിൽജിലായി പോകുന്നുണ്ടോ? നിങ്ങൾ സ്കൂളിൽ ആർട്സ്, സ്പോർട്സ്, സയൻസ് ഫെയർ അതൊക്കെ നടക്കുന്ന സമയമാണ് അല്ലേ? പഠനം അത്ര എങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ പഠനം ഒന്ന് ഉഷാറാക്കാനും നിങ്ങൾക്ക് ഡിസംബറിൽ നടക്കാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് നേടിത്തരാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു എഡ്യൂപോർട്ട് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾക്ക് ഓണം എക്സാം ഒരു പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. ചില സ്കൂളുകാർ ഓണം വെക്കേഷന് മുമ്പ് നടത്തി, ചില സ്കൂളുള്ള ആളുകൾ ഓണം എക്സാമിന് ശേഷം നടത്തി, ഓണം വെക്കേഷന് ശേഷം നടത്തി. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലൊന്നുമല്ല നിങ്ങളുടെ ഓണം എക്സാം നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു +1ൻ്റെ സീരിയസ്നെസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. അതിൻ്റെ ആൻസർ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. ഒന്ന്, നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ നിങ്ങൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നിങ്ങളുടെ സ്കൂളിൽ ഓരോ സബ്ജക്റ്റും എത്ര ചാപ്റ്റേഴ്സ് വരെ എടുത്തു? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ എടുത്ത ചാപ്റ്റേഴ്സൊക്കെ മനസ്സിലാകുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ എടുക്കുന്നതൊക്കെ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? നാലാമത്തെ ചോദ്യം, ഞാൻ മൂന്നാമത്തെ ചോദ്യമായിട്ട് കണക്ട് ആയിട്ടുള്ള ചോദ്യമാണ്, ഈ പഠന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? പഠിച്ചത് മനസ്സിലാവുന്നില്ല, പഠിച്ചത് ഓർക്കാൻ പറ്റുന്നില്ല, പഠിച്ചത് നിങ്ങൾക്ക് തലയിലേക്ക് കയറുന്നില്ല, മറന്നു പോകുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യുന്ന കമൻറ്റുകൾക്കനുസരിച്ചാണ് നമ്മുടെ ചാനലിലൂടെ ഓരോ വീഡിയോസായിട്ട് നമ്മൾ തരാം. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന മറ്റൊരു ചോദ്യമാണ്, സാർ ലൈവ് ക്ലാസ്സിന് അപ്ഡേറ്റ് ഒക്കെ നമ്മൾ തരും. അതിനുമ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ക്രിസ്മസ് എക്സാമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ പോയിന്റ്. കാരണം നിങ്ങൾ +1 പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ SSLC പോലെയല്ല +1 എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവില്ലേ? അപ്പോൾ ക്രിസ്മസ് എക്സാമാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ ഒരു ക്രൂഷ്യൽ എക്സാം. കാരണം ഓണം എക്സാം നടന്നിട്ടില്ല, നടന്നത് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള വേലല്ല. എന്നാൽ ക്രിസ്മസ് എക്സാം മിക്കവാറും ഒരു പ്രോപ്പർ വേലുള്ള ഒരു എക്സാം ആയിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വരണം. അതായത് ഇനി മാർച്ച് നടക്കുന്ന എൻ്റെ പബ്ലിക് എക്സാമിന് ഞാൻ ഫുൾ മാർക്ക് വാങ്ങുന്നുള്ള ആ ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം, നല്ല ജിലായിട്ട് ഉഷാറായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, തെറവാക്കി മാറ്റണം. അപ്പോൾ അതിനുള്ള ടിപ്സും ട്രിക്സും കാര്യങ്ങളും ലൈവുകളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യും. അതിനുമുമ്പ് ഞാൻ നേരത്തെ ചോദിച്ച 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് 2 മാസം മാത്രമേ ഉള്ളൂ. ആ സമയം കൊണ്ട് എങ്ങനെ ഫുൾ മാർക്ക് നേടാമെന്നുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ടേക്കാണ് നമ്മൾ തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. +1 കേരളത്തിലെ എല്ലാ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ചാനലാണ് ഈ ഒരു ചാനൽ. സോ അവർക്കൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരോടൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കറക്റ്റായി ടൈപ്പ് ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീഡിയോസായിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് ലൈവുകളായിട്ടും എല്ലാം സെറ്റാക്കാൻ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സോ വേണമെങ്കിൽ അവസാനമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂളിൽ ഓണപരീക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബീ നാഫി സൈനിങ് ഓഫ്. ബൈ.